പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലൗദി ഖുർആൻ മാസ്റ്റേഴ്സിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് 3 മിനിറ്റ് പ്രസംഗവുമായിട്ടാണ്. കൈഫ അറഫ്ത റബ്ബുക, നിന്റെ റബ്ബിനെ നീ എങ്ങനെയാണ് അറിയുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ പരന്നു കിടക്കുന്ന ഭൂമിയും ഈ ഭൂമിക്ക് ആണികളായിക്കൊണ്ട് നിൽക്കുന്ന മലകളും പർവ്വതങ്ങളും മാത്രമല്ല, ഒരു തൂണ് പോലും ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ട ആകാശങ്ങളും ഒരു തൂണ് പോലുമില്ലാതെ ചങ്ങനെ താങ്ങി നിൽക്കുന്ന ആകാശം, അതിന്റെ മുകളിലിരിക്കുന്ന കോടാനക്കോടി നക്ഷത്രങ്ങളും, എന്തിനേറെ പറയുന്നു, ഒരു സെക്കൻഡ് കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൂര്യനും അതിൽ ഉൾപ്പെടുന്ന ചന്ദ്രനും എന്നുവേണ്ട നമുക്ക് ആവശ്യമായ എല്ലാ ഭക്ഷണ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കി തന്ന അല്ലാഹു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ, ലത്തീഫായ ഖബീറായ ഒരു അല്ലാഹുവിന്റെ പിന്നിലുണ്ട് എന്ന്. അത് തന്നെയാണ് നമ്മൾ അല്ലാഹുവിനെ അറിവിന്റെ ഒന്നാമത്തെ മാർഗം. ഇതാരും സൃഷ്ടിച്ചതല്ല, തനിയെ ഉണ്ടായതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ച് നമുക്ക് ജീവിക്കാനുള്ള വീടുകളും സൗകര്യങ്ങളും ഭക്ഷണങ്ങളും, മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്നവനാണവൻ. അതിനെ ഘട്ടങ്ങളായിട്ട് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നവനാണവൻ. അപ്പൊ നമ്മളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളല്ല നമ്മളെ സൃഷ്ടിക്കുന്നത്, നമ്മളെ രക്ഷിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും നമ്മളല്ല. ലഹുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. ഇയ്യാക്കും, നിങ്ങളുടെ ബാക്കിയുള്ളവർക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുത്തവനും ഞാൻ തന്നെയാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ അറിയുക. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലൂടെ അല്ലാഹു ഇവിടെ പരിപാലിച്ചിട്ടുള്ള ഈ സംഗതിചാരങ്ങൾ മുഴുവനും നമ്മൾ കണ്ട് മനസ്സിലാക്കി അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷാ അല്ലാഹ് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.